71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിലാണ്. പുന്നമടക്കായൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം. വള്ളംകളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 9 വിഭാഗങ്ങളായി 75 വള്ളങ്ങൾ മത്സരിക്കുന്നു. ആവേശം എത്രത്തോളം? KC ഉണ്ണികൃഷ്ണൻ. വലിയ ആവേശം തന്നെയാണ്. ഓളപ്പരപ്പിലെ ആവേശമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ ഒരു മഴയൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും, പശ്ചാത്തലത്തിൽ മഴയുണ്ടെങ്കിൽ പോലും വലിയ ആവേശത്തിന് ഒട്ടും കുറവില്ലെന്ന് തന്നെയാണ് വള്ളംകളി നെഹ്റു ട്രോഫി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റി പറയുമ്പോൾ ഉള്ളത്. എന്തായാലും വലിയ ജനത്തിരക്കെല്ലാം ഉണ്ട്, വലിയ ആവേശമുണ്ട്. എന്തായാലും 9 വിഭാഗങ്ങളിലായി 75 കളിവള്ളങ്ങളാണ് ഇക്കുറി മത്സരത്തിന് ഇറങ്ങുന്നത്. അതിൽ ചുണ്ടൻ വള്ളങ്ങൾ 21 എണ്ണമുണ്ട്. 3 ചുരുളം വള്ളം, ഇരുട്ടുകുത്തി A വിഭാഗത്തിൽ 5, ഇരുട്ടുകുത്തി B വിഭാഗത്തിൽ 18, ഇരുട്ടുകുത്തി C വിഭാഗത്തിൽ 14, വെപ്പ് A വിഭാഗത്തിൽ 5, വെപ്പ് B വിഭാഗത്തിൽ 3, തെക്നോടി തറ വിഭാഗത്തിൽ 2, തെക്നോടി കെട്ട് വിഭാഗത്തിൽ 4 എന്നിങ്ങനെയാണ് വള്ളങ്ങൾ മത്സരിക്കാനായി ഇറങ്ങുന്നത്. ഏതായാലും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ രാവിലെ 11 മണിക്ക് തന്നെ ആരംഭിച്ചിരുന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളാണ്. എന്തായാലും 2 മണിക്ക് തന്നെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. എന്തായാലും 6 ഹീറ്റ്സുകളാണ് ഉള്ളത്. 6 ഹീറ്റ്സുകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് നടക്കുന്നു. പിന്നീട് ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നു. വൈകിട്ട് 4 മണിയോടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കും. എന്തായാലും ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന 4 വള്ളങ്ങളാണ് ഈ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക. ഒന്നിലേറെ വള്ളങ്ങൾ ഒരേ സമയത്ത് ഫിനിഷ് ചെയ്താൽ സംയുക്തമായി ജേതാക്കളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. എന്തായാലും അത് നിശ്ചിത കാലയളവിൽ ട്രോഫി കൈവശം വെക്കാനാകും. ഈ 2 ടീമുകൾ ജയിച്ചാൽ അവർക്ക് ഒരേ സമയം എത്തിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും വിജയിയായി പ്രഖ്യാപിക്കും. അവർക്ക് നിശ്ചിത കാലയളവിൽ വെച്ച് ഈ ട്രോഫി കൈവശം വെക്കാനായി അനുമതി നൽകും. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ. എന്തായാലും വലിയ റെക്കോർഡുകളെല്ലാം തന്നെ ഇക്കുറി ഭേദിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതിലേറ്റവും പ്രധാനമായും പറയേണ്ടത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. PBC തുഴയുന്ന മേൽപ്പാടം ചുണ്ടൻ വിജയിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബായി ഈ PBC മാറും. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മാറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ്. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് ഉണ്ട്. കൈനഗിരി തുഴയുന്ന തലവടി ചുണ്ടൻ വിജയിച്ചാൽ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബ് എന്ന റെക്കോർഡ് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിക്ക് സ്വന്തമാകും. അവർക്ക് നിലവിൽ 12 ട്രോഫികളാണ് ഉള്ളത്. 2024 ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഫിനിഷ് ചെയ്ത സമയം 4 മിനിറ്റ് സമയമാണ്. 4 മിനിറ്റ് 14.35 സെക്കൻഡ് ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്ത ചുണ്ടനാണത്. ആ വേഗ റെക്കോർഡ് തകർക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്തായാലും മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത് നിർണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിർണം ചുണ്ടൻ വിജയിച്ചാൽ നെഹ്റു ട്രോഫി നേടുന്ന ഏറ്റവും കിഴക്കുന്നുള്ളൊരു ചുണ്ടനാകും നിർണം ബോട്ട് ക്ലബ്ബ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ആദ്യ ചുണ്ടൻ എന്നൊരു റെക്കോർഡും കൂടി നിർണം ബോട്ട് ക്ലബ്ബിന് ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ക്ലബ്ബുകൾ ഇക്കുറിയുണ്ട്. ആദ്യമായി നെഹ്റു ട്രോഫി നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരെല്ലാവരും എത്തിയിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സിംബാബ്വെ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്താണ് ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുക. എന്തായാലും വലിയ ആവേശം തന്നെയാണ് പുന്നമടയിൽ. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ ഉദ്ഘാടനം നടക്കും. എന്തായാലും ഈ ആവേശം ഒട്ടും കുറവില്ല. നല്ല മഴ എല്ലാം അവിടെ ഉണ്ട് എങ്കിൽ പോലും ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. വലിയ രീതിയിൽ തന്നെ എല്ലാവരും സജ്ജമായി തന്നെ ഇരിക്കുന്നു. എന്തായാലും നെഹ്റു ട്രോഫിക്കായി വലിയ മത്സരം 21 ചുണ്ടൻ വള്ളങ്ങൾ ഏറ്റുമുട്ടുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. വലിയ ആവേശം തന്നെയാണ്. 6 ഹീറ്റ്സുകളിലായി തന്നെ മത്സരം നടക്കുന്നു. MS